സർ, ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പലരുടെയും പൊയ്മുഖങ്ങളും അതായത് യഥാർത്ഥ മുഖങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും ഇടതിൻ്റെയും വലതിൻ്റെയൊക്കെ നമുക്കറിയാം, പല മതവർഗീയ പാർട്ടികളുമായിട്ട് കൂടിച്ചേർന്നുള്ള പുതിയൊരു രാഷ്ട്രീയ കളികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംശയമാണ്, ഈ ഇടയ്ക്കായിട്ട് BJPക്ക് എന്തോ ഒരു LDF ഒരു വല്ലാത്ത സ്നേഹം. ഇപ്പോൾ സുരേഷ് ഗോപി പറയുന്ന ഒരു കാര്യമാണ്, തൃശ്ശൂർ പൂരം വളരെ ഗംഭീരമായി നടന്നു, അതിന് ഏറ്റവും അധികം മുൻപന്തിയിൽ ഞങ്ങൾക്ക് സഹായകമെന്നത് പിണറായി വിജയനാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള ഒരു പുകഴ്ത്തൽ. ഒപ്പം തന്നെ നമുക്കറിയാം, ചില ഹിന്ദു സംഘടനകൾ LDFിലോട്ട് ചേരുന്ന ഈ നിലമ്പൂർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ഹിന്ദു വോട്ടിനെ നോക്കിയിട്ടുള്ള ഒരിതാണോ LDFിൻ്റെ, അതോ BJP LDF സഖ്യം, അല്ലെങ്കിൽ സഖ്യം എന്ന് പറയാൻ പറ്റില്ല, ഒരു കൂടിച്ചേരലാണ്? ഇത് ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ. അതായത് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ BJPയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമുണ്ടായിരുന്നു, കോൺഗ്രസ് മുക്ത ഭാരതം. അതവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനെ അങ്ങ് തുടച്ച് നീക്കുക. ആ പ്രസ്ഥാനവും ചരിത്രത്തിൽ നിന്ന് തന്നെ ഇവരൊക്കെ ഇറങ്ങിപ്പോകും, ഇവരില്ലാതാകുകയാണ്. ജവഹർലാൽ നെഹ്റുവിനെയൊക്കെ അങ്ങ് തൂത്ത് എറിയും. പിന്നാണ് ഈ പാപ്പുമോനെ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇതാണ് അവരുടെ ലക്ഷ്യം. ഓരോ സംസ്ഥാനത്തിലും അവർ നോട്ടമിട്ട് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. ഡൽഹിയിലൊന്നും ഇല്ലല്ലോ, സംപൂജ്യരായിട്ട് അങ്ങനെ നിൽക്കുക. പക്ഷെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്, നമുക്കൊരു പ്രതിപക്ഷ പാർട്ടി വേണം. കോൺഗ്രസ് എന്ന പ്രതിപക്ഷം അല്ലെങ്കിൽ മറ്റൊരു പാർട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു ജനാധിപത്യ വ്യവസ്ഥയാകത്തില്ല. ഇപ്പോൾ BJP സർക്കാരിനെ അനുകൂലിക്കുന്നവരുണ്ട്, പ്രതികൂലിക്കുന്നവരുണ്ട്. പക്ഷെ ഒരു പ്രതിപക്ഷം ഉണ്ടെങ്കിലേ അവിടുത്തെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടാനും അല്ലെങ്കിൽ അതൊരു നല്ല വ്യവസ്ഥയിലോട്ട് പോകത്തുള്ളൂ. അതിന് കോൺഗ്രസ് വിചാരിക്കണ്ടേ? അവർക്ക് വേണ്ടെങ്കിൽ പിന്നെ BJPക്കാർക്ക് കോൺഗ്രസിനെ വളർത്തേണ്ട ജോലിയുണ്ട്. വളരേണ്ടത് അവരല്ലേ തീർച്ചപ്പെടുത്തേണ്ടത്. അവരിങ്ങനെ ആയിപ്പോയാൽ, അവർ മര്യാദയ്ക്ക് അധ്വാനിച്ചിരുന്നുവെങ്കിൽ 2021 മുതൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കാമായിരുന്നല്ലോ കേരളത്തിൽ. എവിടെ പോയി? ഒറ്റ വർഷം ഒരു തവണത്തെ പിണറായിയുടെ ഭരണത്തിൽ നിന്ന് ഇവർക്ക് ഒരു ശക്തി സംഭരിച്ച് വരാമായിരുന്നല്ലോ, അതിനെതിരായിട്ട് രംഗത്തിറങ്ങിയിരുന്നെങ്കിൽ. ഇപ്പോൾ പോലും ഇല്ല. കോൺഗ്രസ് ക്ഷയിക്കും എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു കാലത്ത് BJP എന്തായിരുന്നു, നേതൃത്വ നിര ശരിയല്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ അതേ അവസ്ഥ ഒരിക്കൽ BJPക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ ശരിയാണ്, നയിക്കാൻ ഒരു നായകൻ, യഥാർത്ഥ വഴി കാണിച്ചു കൊടുക്കാൻ ഒരു വ്യക്തി ഇല്ലാത്തത് കൊണ്ടാണ് കോൺഗ്രസ്. നാളെ അത് ഉണ്ടായിക്കൂടാന്നില്ലല്ലോ. BJPയുടെയൊക്കെ പിന്നിലെ അപാരമായ ബ്രെയിൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ RSS എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അപാര തലയുള്ളവരുടെ ഒരു ഇടമല്ലേ, അവരുടെ ഒരു വലിയ വർക്കാണ് അവിടെ നടക്കുന്നത്. ഇവിടെ കിടന്ന് തമ്മിലടിയും ഉത്സവ പറമ്പിലെ പൂരം മേളം പോലൊന്നുമല്ല അത് അതിനകത്ത് നടക്കുന്നത്. കാര്യങ്ങൾ വളരെ അടുക്കും ചിട്ടയോടും കൂടി തന്നെയാണ് പോകുന്നത്. അതൊക്കെ മാറി നിന്നവർ കണ്ടുപിടിക്കണം. അപ്പോൾ ആ തരത്തിൽ പോകുമ്പോൾ ഇത് ഏതെങ്കിലും ഒരു കക്ഷിയെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ മറ്റു ചിലരുമായിട്ട് കൂട്ടുകൂടണം. ഇപ്പം BJPയെ പറ്റി കേരളത്തിൽ ചില തെറ്റിദ്ധാരണകളൊക്കെ നിലവിലുണ്ട്. പണ്ട് വോട്ട് കച്ചവടം നടത്തിയവരാണ്. പണ്ട് വോട്ട് കച്ചവടം നടത്തിയിട്ടുണ്ട് കേട്ടോ അവർ. നിലമ്പൂരിലും അത് നടക്കുന്നുണ്ടോ? അല്ല, നിലമ്പൂരിൽ അങ്ങനെ ആ കച്ചവടമല്ല, അതിനകത്ത് ഞാൻ വരാതെ. അപ്പോൾ പണ്ട് വോട്ട് കച്ചവടം നടത്തി, പിന്നെ അത് കഴിഞ്ഞിട്ട് ആ പേരുദോഷം ഒന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി വലിയൊരു ശ്രമമൊക്കെ നടത്തി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേന് BJP അങ്ങ് രാജ്യത്ത് ശക്തിപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും രാജ്യത്ത് ഭരണം ഇപ്പം 3-ാം വട്ടവും അധികാരത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ സംസ്ഥാന ഘടകത്തിൽ ഇവിടെ വിഭാഗീയത അങ്ങ് മൂത്തു. ഇവിടെ ഭരണം പോയിട്ട് ഒരു MLA പോലും ഇല്ല. 2016 കിട്ടിയ MLA സ്ഥാനം 2021 കൊണ്ടുപോയി തൊലച്ചു. എന്നിട്ടോ വിഭാഗീയതയ്ക്ക് യാതൊരു കുറവുമില്ല. അപ്പോൾ ഭരണം കിട്ടിയാലുള്ള കാര്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. ആ വിഭാഗീയത മുഴുവൻ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് രാജീവ് ചന്ദ്രശേഖർ ഇങ്ങോട്ട് ഇറക്കിയത്. രാജീവ് ചന്ദ്രശേഖർ ആദ്യം ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം പറഞ്ഞു. അതായത് അവിടെ എന്തിനാ വെറുതെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്, വെറുതെ നമ്മുടെ പണം, എനർജി, ഒരു വലിയൊരു സംഘം അവിടെ പ്രവർത്തിക്കണ്ടേ. ഇപ്പം നമ്മൾ ഏത് സ്വതന്ത്രനോടെ പോയി ചോദിക്കും നിലമ്പൂരിൽ എങ്ങനെയുണ്ട്, ഞാൻ വിജയിച്ചു, എനിക്കിനിയും ഭൂരിപക്ഷം എത്രയെന്ന് അറിഞ്ഞാൽ മതി. ഈ ഓച്ചന്മാരുടെയൊക്കെ വർത്തമാനം കൊടുത്തിരിക്കുന്നത് സ്വതന്ത്രനാണ് കേട്ടോ. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വന്നിറങ്ങി പ്രവർത്തനമൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പത്രപ്രവർത്തകർ ചോദിച്ചു എങ്ങനെയാണ്
പ്രതീക്ഷ, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, പോരെ. ഇതാണ് കറക്റ്റ് ഉത്തരം. അതാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് പകരം എല്ലാ സ്ഥാനാർത്ഥികളും വിജയിച്ചു കഴിഞ്ഞു, പിന്നെ എനിക്ക് ഭൂരിപക്ഷം അറിഞ്ഞാൽ മതി. വിജയിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെ ഇവരെ അങ്ങ് 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 MLA ആയിട്ട് നിയമസഭയിലോട്ട് വിട്ടാൽ മതിയല്ലോ. ഇലക്ഷൻ കമ്മീഷൻ എന്തിനാ ഇത്രയും പണം, രാജ്യത്തിൻ്റെ പണം എന്തിനാ വെറുതെ ആക്കി കളയുന്നത്? ഭൂരിപക്ഷം അറിഞ്ഞാൽ പോലും. രാജീവ് ചന്ദ്രശേഖർ വളരെ സ്ട്രൈറ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം കച്ചവടക്കാരനാണ്, എങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് പറഞ്ഞു ഇത് വേണ്ട എന്നുള്ള രീതി. പക്ഷേ ഉടനെ അതിന് ചിലപ്പോൾ ദുർവാഖ്യാനങ്ങൾ ഉണ്ടാകും. CPM-ഉമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് മുമ്പേ പറയുന്നുണ്ടല്ലോ. തൃശ്ശൂർ പൂരത്തിൽ പൂരം കലക്കി കൊടുത്ത് BJPക്ക് തൃശ്ശൂരിൽ സീറ്റ് ഒപ്പിച്ചു കൊടുത്തു. ഇത്രയും കൊല്ലമായി തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ശക്തൻ തമ്പുരാൻ്റെ ആ കാലം മുതൽ ഇങ്ങോട്ട് എടുത്ത് നോക്കണം. അതിൽ നിന്നാണ് പിന്നീട് ആറാട്ടുപുഴ പൂരം ഉണ്ടായത്. ആറാട്ടുപുഴ പൂരമാണ് ഏറ്റവും പ്രധാനം. പക്ഷേ പൂരത്തിൽ ഗംഭീരൻ തൃശ്ശൂർ പൂരമായി മാറി. അത് പോട്ടെ, പൂരത്തിൻ്റെ ചരിത്രമാണ്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ പേരിൽ വലിയ കലഹവും കാര്യങ്ങളും ഒക്കെയായി. ഒടുവിൽ എന്ത് പറ്റി? ഇത്തവണ പൂരം കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി ഉടനെ, പൂരം കഴിഞ്ഞ ഉടനെ അല്ല, ഒരു മാസം കഴിഞ്ഞപ്പോൾ നിലമ്പൂരിൽ ചെന്ന് കള്ളം കയറി മറ്റേ 7-ാം പക്കം പട്ടി കുറയ്ക്കുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. നിലമ്പൂരിൽ ചെന്നിട്ട് പിണറായി വിജയൻ തൃശ്ശൂർ പൂരത്തിന് എല്ലാവിധ സൗകര്യങ്ങളും എല്ലാം ഭംഗിയാക്കി നടത്തി തന്നതിൽ നന്ദിയുണ്ടെന്ന്. ഇത് അന്ന് തൃശ്ശൂരിൽ പറയേണ്ട കാര്യമാണ്. വെടിക്കെട്ടും കഴിഞ്ഞ് ഉപചാരം ചൊല്ലി പിരിയുന്ന ഒരു ചടങ്ങോടുകൂടിയാണ് പൂരം അവസാനിക്കുന്നത് 48 മണിക്കൂറിൽ. അവിടെയാണ് പറയേണ്ടത്. നിലമ്പൂരിൽ വെച്ച് പറഞ്ഞതിൻ്റെ കാര്യം എന്താ? കാര്യമുണ്ട്. കോൺഗ്രസിനെ കേരളത്തിൽ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ ഈ CPM എന്ന് പറയുന്ന ഈ പാർട്ടിയെ കൂട്ടുപിടിക്കണം. അപ്പം കോൺഗ്രസ് ഇല്ലാതായി വരും, കോൺഗ്രസിൻ്റെ വോട്ട് പോകും. CPM ഒരു തവണ കൂടി അങ്ങ് അധികാരത്തിൽ വന്നോളട്ടെ. പിന്നീട് അടുത്ത തവണ 2031 ഈ CPM-നെയും BJP വിഴുങ്ങും. പിണറായി ഇപ്പോൾ എന്താ കരുതുന്നത്? തനിക്ക് ഇങ്ങനെ ഇരുന്ന് പോകണം. സ്വന്തം കൂട്ടിൽ കാഷ്ടമിടുന്ന പക്ഷികളുണ്ട്, എന്നിട്ട് ആ വിസർജ്യത്തിൻ്റെ മുകളിൽ തന്നെ ജീവിക്കുന്നവരുണ്ട്. അതാണിപ്പോൾ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, CPM-ന് ഒരു ഭയമല്ലേ? കാരണം ഇപ്പോൾ മാസപ്പടി കേസ് കിടക്കുന്നു, ലാവ്ലിൻ കേസ് കിടക്കുന്നു, സ്വർണ്ണക്കടത്ത് കേസ് കിടക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ കിടക്കുന്നതുകൊണ്ടുള്ള ഭയത്തിലല്ലേ? ബ്ലാക്ക് മെയിൽ വല്ലതും ആണോ ഇനി BJP? അല്ല, പിണറായി സംബന്ധിച്ചിടത്തോളം കൂടെ നിന്നാൽ ഇവരെ സപ്പോർട്ട് ചെയ്താലല്ലേ പറ്റുള്ളൂ. ചില കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടോ? പിണറായി വിജയൻ മോദിക്കെതിരെ ഒന്നും ആഞ്ഞടിക്കുകയൊന്നുമില്ല. അടിച്ചാൽ വിവരം അറിയാവുന്ന കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. ഇതൊക്കെ CPM-നകത്തും CPI-ക്കകത്തും ഒക്കെ വലിയ വിമർശനങ്ങൾ വരുന്നുണ്ടല്ലോ. ഉണ്ട്, അതുണ്ടാകുമല്ലോ തീർച്ചയായിട്ടും. ഹിന്ദു സംഘടനകളെ ഉൾപ്പെടെ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇതൊരു അന്തർനാടകം തന്നെ ഇതിനകത്തുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.